ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസം നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പല കുട്ടികളും പല രീതിയിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടോ, ഇനി അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷകളിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കാറുണ്ടോ എന്ന രീതിയിലൊരു പ്രതീക്ഷയോടു കൂടിയാണ് പല കുട്ടികളും ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നത്, ആ വിഷയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, 2026 ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്, ഇല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുക, ആ ഒരു എക്സാമിന് തയ്യാറെടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷും സെറ്റ് ജനറൽ പേപ്പർ 1നും തയ്യാറെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ലിറ്റ്ഷോർ അക്കാഡമി എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്കതിന് കൃത്യമായ രീതിയിൽ അടുത്ത ഒരു എക്സാമിൽ നല്ല രീതിയിലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും. പ്രധാനമായും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്മിഷൻ, അതിൻ്റെ കോച്ചിങ് ആരംഭിച്ചിരിക്കുകയാണ്, ഒരു റെഗുലർ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കോഴ്സ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റേതൊരു അക്കാഡമിയേക്കാളും ഫീസ് കുറച്ച് തന്നെയാണ് നമ്മൾ നൽകുന്നതും. അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ വിവരങ്ങൾ അറിയണമെന്നും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പർ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പല കുട്ടികൾ ഈ ഒരു രീതിയിൽ ചോദിക്കാൻ കാരണം, ഇല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇങ്ങോട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്രാവശ്യം സെറ്റ് എക്സാമിൽ ജനറൽ പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചധികം ടഫായിരുന്നു എന്ന രീതിയിലാണ് പല കുട്ടികളും നമ്മളോടിപ്പം പറഞ്ഞത്. നമ്മളൊരു പൊതുവേ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലായാലും അതോടൊപ്പം തന്നെ മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചധികം കുട്ടികൾ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ, ഒരു ടഫുള്ള രീതിയിലാണ് ജനറൽ പേപ്പർ 1നെ പൊതുവേ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിലുള്ള എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ പേപ്പർ 2 ഏത് സബ്ജക്റ്റാണോ എഴുതുന്നത് അതായിരിക്കും പൊതുവേ ടഫായിട്ട് വരാറ്. പേപ്പർ 1 അത്യാവശ്യം സിമ്പിളായിട്ടാണ്. എന്നാൽ ഇപ്രാവശ്യം അത്യാവശ്യം ടഫ് എന്ന രീതിയിലാണ് പല കുട്ടികളും പറയുന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളതാണ് പല കുട്ടികൾക്ക് അറിയാനായിട്ട് ആഗ്രഹം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സെറ്റ് എക്സാമും നെറ്റ് എക്സാമും തമ്മിൽ ഡിഫറൻസ് ആണ് അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കേരള PSC ഏതെങ്കിലും ഒരു എക്സാം നടത്തുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫായിട്ടൊക്കെ നമുക്ക് സെറ്റ് എക്സാമിനെ കമ്പയർ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ മറ്റേത് എക്സാം ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് നിലവിലില്ല. എന്നാൽ സെറ്റ് എക്സാം, LBS നടത്തുന്ന ഈ ഒരു സെറ്റ് എക്സാമിന് കൃത്യമായിട്ടൊരു കട്ട് ഓഫ് ഓൾറെഡി പ്ലാൻഡ് ആണ്. അതായത് കൃത്യമായ കണക്ക് പ്രകാരം ജനറൽ കാറ്റഗറിക്ക് സെപ്പറേറ്റ് കട്ട് ഓഫാണ്, OBCക്ക് പ്രത്യേക കട്ട് ഓഫാണ്, ദെൻ SC ST അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി കുട്ടികൾക്ക് പ്രത്യേകം കട്ട് ഓഫാണ്. അത് പ്രകാരം നിങ്ങൾക്കറിയാം, ജനറൽ കാറ്റഗറി കുട്ടികൾക്ക് അഗ്രിഗേറ്റ് 48%, OBCക്ക് 45%, SC ST അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡിന് 40%. സോ അതെങ്ങനെ മാർക്കിലേക്ക് പരിഗണിക്കുന്നു പറയുമ്പോൾ, ജനറൽ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ 115 മാർക്കാണ് അവർ അറ്റൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 116 മാർക്കാണ് അവരുടെ കട്ട് ഓഫ് മാർക്ക്. അതേസമയം OBCയിലേക്ക് വരുമ്പോൾ 108ഉം SC STയിലേക്ക് വരുമ്പോൾ 95, 96 എന്ന റേഞ്ചിലേക്കാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ജനറൽ പേപ്പർ 1 പ്ലസ് നിങ്ങളുടെ പേപ്പർ മെയിൻ ഏതാണോ അതും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു മാർക്കിലേക്ക് എത്തേണ്ടത്. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എത്രത്തോളം ടഫാണെങ്കിൽ പോലും LBSൻ്റെ സെറ്റിൻ്റെ കട്ട് ഓഫിൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കട്ട് ഓഫിൽ ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പം നെറ്റ് എക്സാം ആയിരുന്നെങ്കിലും ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന രീതി ഓരോ എക്സാമും കുട്ടികൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു, അത് ടഫാണെങ്കിൽ, മോഡറേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈസി ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് വേരിയിങ് ആണ്. എന്നാൽ സെറ്റ് എക്സാമിൽ അങ്ങനെ ഒരൊന്നുമില്ല. ഇനി ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങളുടെ കട്ട് ഓഫ് കൂടില്ല, എപ്പോഴും ഉള്ള ഈ ഒരു റേഞ്ച് തന്നെ കീപ്പ് ചെയ്യും. ഇനി എത്രത്തോളം എക്സാം ടഫാണെന്ന് ആലോചിക്കുക, അതിലും കട്ട് ഓഫ് എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പോൾ എപ്പോഴും സ്റ്റാറ്റിക് ആയിരുന്ന രീതിയിലാണ്, സ്റ്റാറ്റിക് ലെവൽ ഓഫ് കട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ആണ് LBS ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കട്ട് ഓഫിൽ നിലവിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ അടുത്ത ഒരാഴ്ച വരാൻ പോവുകയാണ്. കാരണം ഒരു മാസമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എക്സാം നടത്തിയിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ അടുത്ത് വരുന്ന ഒരാഴ്ച 2 ദിവസത്തിന് ശേഷം ഫൈനൽ ആൻസർ കീ വരാൻ പോവുകയാണ്. അതിനെ തുടർന്ന് 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ടും വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിനി എത്രത്തോളം
താല്പര്യപൂർവ്വം അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എനിവേ, നിങ്ങൾ നിലവിലുള്ള ഒരു പ്രൊഫഷണൽ ആൻസർ കീയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നിലവിൽ എത്രയാണോ മാർക്ക്, അതിന് ഡിഫറൻസ് ഒക്കെ നോക്കി പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ.